എൻ്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു. കുഞ്ഞു പാത്തുമ്മയും വലിയ പുരോഗമനവാദിയായ നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയമാണ് നോവലിന്റെ കേന്ദ്രപ്രമേയം. എന്റെ കുഞ്ഞിപ്പാത്തുമ്മ, നീയേ ആനമക്കാരിന്റെ പുന്നാര മോളുടെ പുന്നാര മോള. നിന്റെ ഉപ്പുപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ പുന്നാര ആനേ. മതിലുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയെന്ന കുറ്റത്തിന് തടവിലാക്കപ്പെട്ട ബഷീറിന്റെ ജയിൽ അനുഭവമാണ് മതിലുകൾ എന്ന നോവൽ. ബഷീർ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമാകുന്നു. മറ്റൊരു കഥാപാത്രമാണ് നാരായണി. മതിലിനപ്പുറത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിലെ നാരായണിയെ ബഷീർ പരിചയപ്പെടുന്നു. പരസ്പരം കാണാതെ തന്നെ ഇരുവരും പ്രണയത്തിലാകുന്നു. ഈ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ പരിചയിക്കാത്ത പ്രണയത്തിന്റെ മറ്റൊരു മുഖം തുറന്നു കാട്ടുന്ന നോവലാണ് മതിലുകൾ. ഞാൻ മരിച്ചുപോയ എന്നെ ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പോ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ബാല്യകാല സഖി ബഷീറിന്റെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് ബാല്യകാല സഖി. മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ ബാല്യം, പ്രണയം, വിരഹം, വേദന ഇവയൊക്കെ ബാല്യകാല സഖിയിൽ കഥാസന്ദർഭങ്ങളാകും. ഒന്നും രണ്ടാന്ന് ആർക്കാ അറിയാത്തെ? എത്ര വട്ടം പഠിപ്പിച്ചെന്നത് ആ കണക്ക് പട്ടികയും ഗുണന പട്ടികയും? നാരായണ പിള്ള സാർ എത്ര വശം പറഞ്ഞതാ? ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാവൂന്ന്. ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുകയാണ്. സൂറ, നീ നോക്കിക്കേ, ആ 2 പുഴകളും ഒഴുകണത്. അവിടെ ചേരുമ്പോ വലിയ പുഴയായില്ലേ ഉമ്മണി, വലിയ പുഴ. ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. എല്ലാവരും നേരത്തെ വന്നല്ലേ. ഷോ, ഒന്നും വിചാരിക്കരുത് ട്ടോ. എന്താ ഇയാള് ഞമ്മളെങ്ങനെ സൂക്ഷിച്ചു നോക്കണ്? എന്നെ മനസ്സിലായില്ല? ഞമ്മളെ സൈനബ. ഹാന്ന്, അതന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ. പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് ഇത്. ഇതിലെ പ്രധാന കഥാപാത്രം ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയാണ്. പേര് സൂചിപ്പിക്കും പോലെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിന്റെ കഥാഗതി. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ. ഭൂമിയുടെ അവകാശികൾ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ ബഷീർ നൽകുന്നത്. ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികളാണ് ജന്തുക്കളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും ചെടികളും മറ്റും. ഈ പരമാർത്ഥം എപ്പോഴെങ്കിലും നാം ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ലേ? ആനവാരിയും പൊൻകുരിശും. രാമൻ നായരും തോമയുമാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. രാമൻ നായർ ആനവാരി രാമൻ നായരായതും തോമ പൊൻകുരിശു തോമയുമായ കഥയാണ്. മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ.